അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയേക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കാൻ ആലോചന. ഭരണസമിതിയിലേക്ക് വനിതാ നേതൃത്വത്തെ ജഗദീഷ് പിന്തുണയ്ക്കാൻ സാധ്യത. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നു. സൈഫുനിസ, ഈ ജഗദീഷിന്റെ പിന്മാറ്റം ഏത് സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്? ജഗദീഷ് പിന്മാറുമ്പോഴേക്കും അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാകുകയാണോ? ശ്വേതാ മേനോന് സാധ്യത കൂടുകയല്ലേ? ലക്ഷ്മി പത്മ, ഇതിൽ ജഗദീഷ് മാത്രം പിന്മാറിയത് കൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര സാധ്യത ഇല്ല എന്ന അർത്ഥമില്ല. പക്ഷേ എല്ലാവരും ജഗദീഷിനെ പോലെ തന്നെ ഈ മത്സരിക്കാനായി അപേക്ഷ നൽകിയിരിക്കുന്ന മറ്റ് ആളുകൾ, ഇപ്പോൾ ശ്വേതാ മേനോനും ജഗദീഷും തമ്മിലാണ് പ്രധാന മത്സരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എങ്കിൽ പോലും ജയൻ ചേർത്തല, ഒപ്പം തന്നെ ഈ രവീന്ദ്രൻ അടക്കം 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിൽ ജഗദീഷ് ഇപ്പോൾ പിന്മാറിയേക്കും എന്ന വിവരമാണ് വരുന്നത്. അതിൽ ജഗദീഷിന്റെ ഭാഗത്തു നിന്ന് തന്നെ ന്യായീകരണം അതിൽ പറയുന്നത് 2021 ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയിരുന്നു. 2021 അന്ന് 2 വനിതകളും ഈ സ്ഥാനത്തേക്ക് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയിരുന്നു. സ്ത്രീകൾക്കെതിരെ അങ്ങനെ മത്സരിക്കേണ്ട എന്നാണ് ഇന്നസെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൻ നോമിനേഷൻ പിൻവലിച്ചതാണ്. ആ അഭിപ്രായം തന്നെയാണ് തനിക്ക് ഇപ്പോഴും ഉള്ളത്. അതില്ലാതെ താൻ ഇപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ അതൊരു നിലപാട് മാറ്റമായി കണക്കാക്കപ്പെടും. ഒപ്പം തന്നെ ആരോഗ്യകരമായ രീതിയിലുള്ള മത്സരമാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഒരു വനിതയ്ക്കെതിരെ മത്സരിച്ചുകൊണ്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് താൻ ആഗ്രഹിക്കുന്നതല്ല എന്നുമാണ് ജഗദീഷ് നിലപാട്. എന്തായാലും ഇത് അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂട്ടിയും എന്ത് പറയും എന്നുകൂടി ആലോചിച്ച ശേഷം മാത്രമേ നോമിനേഷൻ പിൻവലിക്കുകയുള്ളൂ. ഈ മാസം 31 വരെയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. അതായത് നാളെ കഴിഞ്ഞാണ്. അങ്ങനെയെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും സമയമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ മോഹൻലാല് ജപ്പാനിൽ സിനിമയുടെ ഷൂട്ടിങ്ങിലാണുള്ളത്, മമ്മൂട്ടി ചെന്നൈയിലാണുള്ളത്, സുരേഷ് ഗോപി പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.